അനശ്വരനായ ഒരു യോദ്ധാവ് മാന്ത്രിക വിസറി ഉപയോഗിച്ചു. എന്നിട്ട് അതുകൊണ്ട് കാറ്റുഭൂതത്തെ തോൽപ്പിച്ചു. എന്നിട്ട് കാറ്റുഭൂതത്തിന്റെ എല്ലാ ശക്തികളും ആ വിസറിയിലേക്ക് ആവാഹിച്ചു. കഴിഞ്ഞ നൂറ്റാണ്ടുവരെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ദുഷ്ടരാത്രികളുടെ സഹായത്തോടെയാണോ ഈ പിശാചുക്കളെല്ലാം വീണ്ടും ഉയർത്തെഴുന്നേറ്റത്? അത് പറയൂ നിങ്ങള്. അപ്പോ ഡ്രാഗോ സെക്ഷൻ തടീന്ന് രക്ഷപ്പെട്ടത് അവന്റെ പൈശാചിക ശക്തി ഇരട്ടിയാക്കാനാണോ? തീയും കാറ്റും അനശ്വരന്മാരുടെ വിസറി മോഷ്ടിച്ചത് അതിനാണ്. എന്തിനാണ് അനശ്വരന്മാരുടെ വിസറി മോഷ്ടിക്കാൻ ഡ്രാഗോയെ അനുവദിച്ചത്? ഓ, വല്ലാത്ത കുഴപ്പത്തിൽ ചെന്ന് ചാടുമെന്ന് എനിക്ക് തോന്നുന്നത്. ഈ തകരക്കൂനയാണോ സ്വീറ്റ് ഹോം? ഇതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. കാറ്റിന്റെ പിശാച് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. അത് വളരെ മോശമായി പോയല്ലേ? കുറച്ചു നേരത്തേക്ക് ഞങ്ങൾ നിങ്ങളെ ശല്യപ്പെടുത്തുന്നില്ല. പുറത്തു കടന്ന് തീക്കൊള്ളി പിശാചുകളെ നശിപ്പിക്കണം. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ചീ എന്ന കാറ്റ് പിശാച് വളരെ കൗശലക്കാരനാണ്. അവനെ അടക്കാൻ പ്രയാസവുമാണ്. പ്രയോജനമുള്ള എന്തെങ്കിലും ചെയ്യാൻ നോക്ക്. നീ ആ ഷെൽഫിൽ നിന്നും എന്റെ മാന്ത്രിക പുസ്തകം ഇങ്ങെടുത്തോണ്ട് വാ. ജൂലി, പണ്ടുകാലത്ത് കടലിൽ പോയിക്കൊണ്ടിരുന്ന പല കപ്പലുകളും ഇത് മുഖേന ബാധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. സമ്മർദ്ദം കുറവായ പല സ്ഥലങ്ങളിലും ഒട്ടും കാറ്റില്ലായിരുന്നു എന്നതാണ് മറ്റൊരു കാരണം. നിന്നെക്കൊണ്ട് എനിക്ക് മടുത്തു ജൂലി. ഈ നിമിഷം തന്നെ ഞാൻ നിന്നെ സ്കൂൾ ക്ലിനിക്കിലേക്ക് അയക്കും. ചീ എന്ന കാറ്റു പിശാചിനെ അടക്കാനുള്ള തന്ത്രം ഏകദേശം കഴിഞ്ഞു. ഇനി ഒരു കാര്യം കൂടെ ബാക്കിയുണ്ട്. എന്തുകൊണ്ടാണ് ഡ്രാഗോ കാറ്റുഭൂതത്തിന്റെ ശക്തി ഉപയോഗിക്കാതിരിക്കുന്നത്? ഹലോ, അതെ, ഞാൻ ജൂലിയുടെ അങ്കിളാണല്ലോ. ഓ ശരി, ഞാൻ ഉടനെ അവിടെ എത്താം. ടീച്ചർ പറഞ്ഞു ജൂലിക്ക് എന്തോ അസുഖമാണെന്ന്. ഒരുപക്ഷെ അവള് കഴിച്ച കൂൾ ഡ്രിങ്ക്സിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നേ. എന്തെങ്കിലും ഒരു തീരുമാനത്തിൽ എത്തൂ. എന്താണ് ഇവിടെ വല്ലാത്തൊരു ശാന്തത? പാമ്പ് ആക്രമിക്കുന്നതിന് മുമ്പ് പതിയിരിക്കുന്നത് പോലെ. നമ്മൾ സ്കൂളിലേക്ക് പോവുകയാണ്. ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ച എന്തോ ഒരു ഭക്ഷണമാണ് ഇതിന് കാരണം. എനിക്ക് എന്ത് പറ്റി? എടി പീറപ്പെണ്ണെ, നീ എനിക്കൊരു തലവേദനയായി മാറിയിരിക്കുക. മര്യാദക്ക് നിന്റെ വാ തുറന്ന് ആ എന്ന് പറ. എന്നോട് കളിക്കണ്ട. ഓ, മര്യാദയ്ക്ക്. ജൂലി, ഹേ ജാക്കി, നിനക്ക് എന്ത് പറ്റി? ജൂലി, നീ അങ്കിളിന്റെ മാന്ത്രിക വിദ്യ എന്തെങ്കിലും എടുത്ത് കഴിച്ചോ? എന്നെ വിശ്വസിക്കാൻ ഞാനൊന്ന് നോക്കിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും തവളയായി. സാരമില്ല, ഇതിനെന്താണ് പരിഹാരമെന്ന് അങ്കിളിന് അറിയാം. എന്നേക്കുമായി ഞാൻ തവളയായാലോ? ദിവസം പ്രാണികളെ തിന്ന് ജീവിക്കേണ്ടി വരില്ലേ? ക്രോ ക്രോന്ന്. ആ ചെകുത്തൻ രാജാവ് വരുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ എത്രയും വേഗം രക്ഷപ്പെടണം. നിങ്ങൾ എങ്ങനെയാണ് രക്ഷപ്പെടാൻ പോകുന്നതെന്ന് കാണട്ടെ. തിരിഞ്ഞു നോക്കാതെ വേഗം ഓടിക്കോ ജൂലി. എന്തെങ്കിലും ഒന്ന് ചെയ്യേ. വേഗം വേഗം. സോറി. വേഗം ചാടിക്കോ. ആ ചാടിക്കോ. പുറത്തേക്കുള്ള വഴി അടക്കി. അയ്യോ, ഇതെങ്ങനെ സംഭവിച്ചത്? ആ അനശ്വരമായ കാറ്റ് പിശാചിന്റെ രൂപത്തിൽ ചിലപ്പോൾ നിന്നിൽ അടിച്ചിട്ടുണ്ടാവും. അതായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എന്ത്? കാറ്റിന്റെ പിശാചോ?